Hey, today we are at the. You know what that is? I don't need to explain. Maybe I do. It's the Colosseum. The Colosseo. നമ്മൾ കൊളോസിയത്തിലെത്തിയിരിക്കുകയാണ്. കൊളോസിയോ. ഇങ്ങനെയാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദ പാലസ് എന്നൊക്കെയാണ് അവർ പറയണത്. ആളൊക്കെ ഉണ്ട് ഇവിടെ. മിസ്സിങ് പീസസ് വെച്ചിട്ട് അവർ റീസ്ട്രക്ചർ ചെയ്തേക്കുന്നതാണ് സംഭവം. ടു സി ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്. ഇതുണ്ട് ടേബിൾ ഫ്രോം ദ ചർച്ച് ഇൻ ദ കൊളോസിയം ഏരിയ. ഇങ്ങനെയൊക്കെ പപ്പ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടില്ല. പക്ഷെ പപ്പയോട് വീഡിയോ എടുക്കായിരുന്നു. സോ അതൊക്കെ പപ്പയുടെ വീഡിയോ എടുത്തിട്ട് വീഡിയോ റിയലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 360 വ്യൂ ഓഫ് ദ ആർട്ടും എല്ലാവരും ഉണ്ട്.
നമ്മൾ അങ്ങനെ കൊളോസിയം കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? മാർഷലിനോ? അല്ലല്ലോ. The steps are very steep. It's like you're walking like this. ഇങ്ങനെ മാർഷൽ ടിക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാണ്. ഞങ്ങളിപ്പോൾ കൊളോസിയം മാത്രമേ കണ്ടുള്ളൂ, അതുകൊണ്ട് ആർമാദിച്ച് ഞാൻ വീഡിയോ എടുത്തു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ അപ്പുറത്തെ പറമ്പും കൂടി കാണാനുണ്ട്. അപ്പോൾ ക്യാമറയിൽ ഇനി 40 മിനിറ്റ് എനിക്ക് വീഡിയോ റെക്കോർഡിങ് ഇനിയുള്ളൂ. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡിലീറ്റ് ചെയ്യാം. മറ്റേ മെമ്മറി കാർഡ് കൊണ്ടുവന്നില്ല. ഇങ്ങനെയുണ്ട്. അവിടെയായിരുന്നു ഞങ്ങൾ ആയിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ താഴത്തെ റൂവിൻസിൻ്റെ ലൈക്ക് വ്യൂ പോയിൻറ്റും സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. From the Colosseum to the hills now. ഞങ്ങൾ ഇനിയും ഹില്ലും കൂടി കാണാനുണ്ട്. വിച്ച് ഐ ഡിഡ്ന്റ് റിയലൈസ് വാസ് പാർട്ട് ഓഫ് ദി തിങ്. സോ ഞങ്ങൾ ജസ്റ്റ് കൊളോസിയത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ഹില്ലിലോട്ട് പോകാം. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് ഫുള്ള് നടന്നിട്ടും ഹില്ലിലോട്ട് പോകാം. സോ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് ഫുള്ള് നടന്നിട്ട് ഹില്ലിലോട്ട് പോവാണ്. വുഡ് ബി ഈസിയർ ടു hopefully go and see stuff. I didn't realize ഞാൻ കുറേ ബിൽഡിങ്സ് ഒക്കെ വീഡിയോ എടുത്തായിരുന്നല്ലോ കൊളോസിൻ്റെ അകത്തുനിന്ന്. ലൈക്ക് ഇതൊക്കെ ഇതെല്ലാം പാർട്ട് ഓഫ് കൊളോസിയത്തിൻ്റെ പാർട്ടായിട്ട് കാണാനുള്ളതാണ്. ഞാൻ വരെ നടന്നു വരട്ടെ. ബാക്കിലുള്ള കൊളോസിയം കണ്ടു. ഇനിയും സൈഡിലുള്ള ഒക്കെ കാണാനുണ്ട്. വിച്ച് റിയലൈസ് പ്ലാൻ. സോ ഞാൻ വിചാരിച്ചു കൊളോസിയം കണ്ടു കഴിഞ്ഞാൽ എന്തിനു പെട്ടെന്ന് തീർന്നേ. പെട്ടെന്ന് മീൻസ് നമുക്ക് കൊളോസിയത്തിൽ പ്രത്യേകിച്ച് അധികം ഒന്നും കാണാനില്ല. അൺലെസ് യു ഗോ ഇൻ എ ഗൈഡഡ് ടൂർ വിച്ച് വുഡ് ബി കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് ഉണ്ടാക്കി അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വോക്ക് അറൗണ്ട് ചെയ്തത്. അപ്പോൾ ദെൻ സെയിം ലൈക്ക് ഡിഫറെൻറ്റ് വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കൊളോസിയം കാണാൻ പറ്റും. പക്ഷേ ഐ വുഡ് ഹൈലി റെക്കമെൻഡഡ് ഗൈഡഡ് ടൂർ എടുക്കാനായിട്ട്. അങ്ങനെ ഈ ഹിസ്റ്ററിയും കാര്യങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. അല്ലെങ്കിൽ ചുമ്മാ പോയി കണ്ടാൽ മതി. ഇരിക്കുമ്പോൾ ഞങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തേക്കണേ. കാരണം നമുക്ക് അണ്ടറിലൊരു ടിക്കറ്റിന് അറീന ടിക്കറ്റിന് സെപ്പറേറ്റ് ടിക്കറ്റാണ്. അത് ആഡ് ഓൺ ചെയ്യണം. വിച്ച് വി ഡിഡ്ന്റ് ഡു. ഒരു കണക്കിന് നന്നായി അറീന ടിക്കറ്റും കൂടി എടുക്കാഞ്ഞ്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, വി ആർ എക്സോസ്റ്റഡ് ഓൾറെഡി എ ലിറ്റിൽ ബിറ്റ്. ഫുഡൊക്കെ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ഇച്ചിരി കഴിച്ചായിരുന്നു. ഐ തിങ്ക് കൈൻഡ് ഓഫ് നൈസ്. ലൈക്ക് അത്ര നടന്നാൽ മതിയല്ലോ, ഒരുപാട് നടക്കണ്ടല്ലോ. ഓക്കെ, ഇനി ഞങ്ങൾ ബാക്കിയുള്ള ദിവസം കാണിച്ചു തരാം. ആർക്കിയോളജിസ്റ്റുകൾ പണിയെടുക്കുന്നു. പുതിയതെന്തൊക്കെയാണോ കണ്ടുപിടിക്കാൻ പോണേ. ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇതാണ് പാലന്റൈൻ ഹില്ലിൻ്റെ ടൈമിങ്സ്. സ്കാനിങ് ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ. സോ കൊളോസിയം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വന്നിട്ട് കൊളോസിയത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഫുള്ള് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെ വേറൊരു സെറ്റ് ഓഫ് ക്യൂ ഉണ്ട്. ടിക്കറ്റ് ഉള്ളവർക്കും ഗൈഡ് ഉള്ളവർക്ക് ഈസിയർ ക്യൂ ആണ്. ഗൈഡ് ഇല്ലാത്തവർക്കും കുറച്ച് ലോങ്ങറായിട്ട് ക്യൂ നിൽക്കണം. പക്ഷേ ഇറ്റ് വാസന്റ് ദാറ്റ് ലോങ് ആസ് എനിവേ. പള്ളിയിൽ നിൽക്കാൻ ക്യൂ അത്ര ലോങ് അല്ല. എന്നിട്ട് നമ്മൾ പാലന്റൈൻ ഹില്ലിൽ പോയിട്ട് ഇങ്ങനെ ഓരോരോ വീണ്ടും പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്സൊക്കെ കണ്ട് അതിനെപ്പറ്റി വായിച്ചതും. ഇവിടെയും സെക്യൂരിറ്റി ചെക്കുണ്ട്. ബാഗൊക്കെ സ്കാൻ ചെയ്യും. ID കാർഡ് കൊണ്ട് നടക്കുക. സോ ലെറ്റ്സ് ഗോ. പാലന്റൈൻ ഹില്ലിൻ്റെ ഉള്ളിൽ കയറിയേക്കാണ്. വീണ്ടും എന്തോരം നടക്കണമെന്ന് നമുക്കറിയില്ല. പക്ഷേ എല്ലായിടത്തും സെക്യൂരിറ്റിയും കാര്യങ്ങളുണ്ട്. ഫ്ലാസ്ക് കൊണ്ടുവരരുത്. പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് ഫൈൻ. പക്ഷേ ഫ്ലാസ്ക് എക്സ്പെഷ്യലി മറ്റു പള്ളി പോകുമ്പോൾ. ഇവിടെ ഞാൻ ആരും ഫ്ലാസ്ക് കയ്യിൽ കണ്ടില്ല. സോ ആയിട്ടൊന്നു. പിന്നെ വലിയ കുടയും കുഞ്ഞു കുട കുഴപ്പമില്ല. വലിയ കാലം കുട പോലത്തെ
കുടയും കൊണ്ടുവരരുത്. ലുക്ക്, ഒരു ഒലിവ് മരം. ഇനി റോമിൽ വന്നിട്ട് ഒലിവ് മരം കണ്ടില്ല എന്ന് വേണ്ട. കാരണം ഇവിടെ ഒലിവിനൊരു ക്ഷാമവും ഇല്ലാത്ത കൺട്രി കണ്ടോ. ഒലിവും ചീസും പാലും ബ്രെഡും ഒക്കെ കിട്ടുന്ന ഒരു രാജ്യം. ദിസ് ഈസ് അവർ ഫസ്റ്റ് വ്യൂ പോയിന്റ്, വിച്ച് ഈസ് ദ ആർക്ക്. ഗാർഡൻ കാണാനാണ് നമ്മൾ. ഗാർഡൻ. വി ആർ ഇൻസൈഡ് എ മ്യൂസിയം ഓഫ്, ഐ ഡോണ്ട് നോ വാട്ട് മ്യൂസിയം ദിസ് ഈസ്. ഇറ്റ്സ് എ മ്യൂസിയം. കയറി വരുമ്പോൾ തന്നെ റൈറ്റിൽ. ആൻഡ് ഇത് മോഡൽ ഓഫ് ദ ബറിയൽ ഏരിയ ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വായിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാണിച്ചിരുന്നോളൂ. ഇതാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞങ്ങൾ കണ്ട ബിൽഡിംഗ്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം ബസിലിക്ക മീലിയ. ഇത് വേറെ പള്ളി, അതും കൂടി ഉണ്ട്. ദൂരെ നോക്ക് മട്ടിയിട്ട് വെച്ചേക്കുന്ന പോലെയല്ലേ, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി ബ്രോക്കൺ പീസസ് ഓഫ് the bits and bobs. മ്യൂസിയത്തിനകത്തെ ബാക്കി കുറേ അക്രി സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് വേണം ഹില്ലിൽ പോകാനായിട്ട്. വി ഷൽ ബി സോ വാമസ്. എഴുതാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, പിന്നെ കുറേ ചട്ടികൾ. Let's go to the top. ഇതാണ് ഹില്ലിലെ ടോപ്പിലെ വ്യൂ. നമുക്ക് കൊളോസിയം കാണാം, നമ്മൾ നേരത്തെ കാണുന്ന പള്ളി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ അപ്പുറത്തെ സൈഡിൽ മറ്റേ ആ ഒരു ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട ഒരു ബിൽഡിങ്ങും കുറേ ബിൽഡിങ്സ് ഇങ്ങനെ കാണാം. ഇവിടെ നല്ലൊരു 360 വ്യൂവിലെ പാനറോമിക് വ്യൂ ആണ് കാണുന്നത്. ദിസ് ഈസ് അമേസിങ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വി ഗോണ ഗോ വാക്ക് ഡൗൺ സ്റ്റെയർസ്, സീ പപ്പയും അമ്മയും എവിടെയാന്ന്. എന്നിട്ട് വി ഗോണ ഗോ. കാരണം സമയം ഇപ്പോൾ 5:30. I wanted to see this view. ഇതാണ് ഗൈസ് മാർഷൽ. റൂവിൻസും കല്ലും മുള്ളും ഒക്കെ താഴെയുണ്ട്. താഴെയുള്ളതൊക്കെ റൂവിൻസ് ഓഫ് ദ സിറ്റിയാണ്. മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പാനോറാമിക് വ്യൂ കിട്ടും. We are here. So much more to walk. I know. We skipped the full of downstairs. We already did the upstairs. പപ്പ അമ്മയും താഴെ പോയി താഴത്തെ വ്യൂ കാണാനായിട്ട്. ഞങ്ങൾ ഫുള്ള് മോളിൽ പോയി മറ്റേ മോളിൽ പോയിട്ട് വ്യൂ കാണാനായിട്ട്. So yeah, it's a pretty good view. Do you think ഇത് പള്ളിയുടെ നേരായിരിക്കും? കുറേ കിളികളുണ്ട്. വാ, തൂണ് ഈസ് എ തൂണ്. ലൈക്ക്
നല്ലൊരു ഇറങ്ങി 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 താഴെ റൂവിൻസിൻ്റെ അവിടെ എത്തി. ഏറ്റവും മുകളിലാണ് നമ്മൾ വ്യൂ കണ്ടത്. ആൻഡ് ദെൻ അതാണ് മറ്റേ വ്യൂ. ദെൻ വി കെയിം ഡൗൺ. ദെൻ പകുതി മൊത്തം സ്കിപ്പ് ചെയ്തില്ല. ഡെഫിനറ്റ്ലി ഒരു 25-30% ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അത്രമാത്രമുണ്ട്. കൊളോസിയം കാണുമ്പോൾ തന്നെ നമ്മുടെ പരിപ്പിളകും. ആക്ച്വലി ദസലായി കൊളോസം കാണുമ്പോൾ നമ്മുടെ പരിപ്പിളകില്ല. കൊളോസം ഞങ്ങൾ കുറച്ചും കൂടി ടൈം ലെസ്സാക്കിയിട്ട് കൊളോസം കാണണമായിരുന്നു. അപ്പോൾ ഇതിന് ഇനഫ് ടൈം കിട്ടിയേനെ, വിച്ച് വി ഡിഡൻറ്റ്. ഞങ്ങൾ അത്രയും വിചാരിച്ചില്ല കൊളോസിയം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഓപ്പണാണ്. അങ്ങനെ നമ്മുടെ വ്ളോഗിനെ തയ്യാറായിരിക്കുകയാണ്. ബിക്കോസ് നടന്ന് ഞങ്ങളിനി പപ്പേനെയും അമ്മേനെയും കണ്ടുപിടിച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നതാണ്. മോളിൽ നിന്ന് കാണുന്ന ബിൽഡിങ്സ് താഴെ വരുമ്പോൾ എന്തൊരു ബിഗായിട്ടാണ് തോന്നുന്നല്ലേ. എന്താ കഥ. അങ്ങനെ നമ്മളുടെ അവസാന ഘട്ടമായ കൊളോസിയം ടൂർ അവസാനിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു? ഇത് ഇത്രയും കൊല്ലം മുമ്പ് ഇതുപോലൊരു കൺസ്ട്രക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ഇനിയും എത്രയോ സാധനങ്ങൾ അടിയുന്ന ഇത് കോരി കിട്ടാനുണ്ട്. പറന്നതോ അതിൻ്റെ ഓപ്പോസിറ്റ് കുറേ റൂവിൻസ് ഇങ്ങനെയുണ്ട്. You get to hear the sound of Italy.